സംഗീതം കൊണ്ട് ലോകം കീഴടക്കിയ മാന്ത്രികൻ, മദ്രാസിന്റെ മൊസാർട്ട്, എ.ആർ. റഹ്മാൻ. ഈ പേര് കേൾക്കുമ്പോൾ ബഹുമാനമാണ് നമുക്ക്. പക്ഷെ സ്വന്തം രാജ്യത്തെയും സ്വന്തം തൊഴിലിനെയും അപമാനിക്കാൻ അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങിയാൽ എന്തു ചെയ്യും? കാശ് കിട്ടുമ്പോൾ സിനിമ ചെയ്യുക, പണം പോക്കറ്റിലാക്കി വിദേശത്ത് പോയിരുന്ന് ആ സിനിമയും രാജ്യത്തെയും തള്ളിപ്പറയുക. എ.ആർ. റഹ്മാൻ എന്ന വിഗ്രഹത്തിന് പിന്നിലെ ഈ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. BBC, അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ അത്ര നിഷ്കളങ്കമല്ല. കഴിഞ്ഞ ദിവസം എ.ആർ. റഹ്മാൻ BBC-ക്ക് നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. വിക്കി കൗശൽ നായകനായിട്ടുള്ള ഛാവ എന്ന സിനിമ ആളുകൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് നിർമ്മിച്ചതാണെന്ന കഥ കേട്ടപ്പോൾ തന്നെ തനിക്ക് മനസ്സിലായിരുന്നു എന്നാണ് റഹ്മാൻ പറയുന്നത്. ഇവിടെയാണ് റഹ്മാന്റെ കാപട്യം നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. റഹ്മാൻ സാർ, താങ്കൾക്ക് അത്രയും നിർബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സിനിമ വേണ്ടെന്ന് വെച്ചില്ല? ഇതൊരു വർഗീയ സിനിമയാണ്, ഇതിൽ ഞാൻ സഹകരിക്കില്ല എന്ന് പറയാനുള്ള നട്ടല് എന്തുകൊണ്ട് താങ്കൾ കാണിച്ചില്ല? ആ സിനിമയുടെ ഭാഗമായി നിന്ന് കോടികൾ പ്രതിഫലം വാങ്ങി പോക്കറ്റിലിട്ട ശേഷമാണോ ഇപ്പോൾ ലണ്ടനിൽ പോയിരുന്ന് ധാർമ്മികത പ്രസംഗിക്കുന്നത്? പണം കിട്ടുമ്പോൾ ആദർശം മാറ്റിവെക്കുകയും പണി കഴിഞ്ഞ് വിദേശത്തെത്തുമ്പോൾ ഇരവാദം മുഴക്കുകയും ചെയ്യുന്നത് എവിടുത്തെ ന്യായമാണ് സാർ? 800 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ, പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു സിനിമയാണ് ഇദ്ദേഹം ഇപ്പോൾ തള്ളിപ്പറയുന്നത്. അതെല്ലാം പോട്ടെന്ന് വെക്കാം. ഇനി എന്താണ് അദ്ദേഹം പറയുന്ന ഈ ഭിന്നിപ്പ്? അതായത് ഛത്രപതി സംഭാജി മഹാരാജാവിന്റെ ചരിത്രമാണ് ഛാവ എന്ന സിനിമ പറയുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബ് സംഭാജി മഹാരാജനെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നത് ചരിത്ര സത്യമാണ്. അത് സിനിമയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് വർഗീയതയാകുന്നത്? ചരിത്രത്തിൽ നടന്ന ക്രൂരതകളെ വെള്ളപൂശാത്തത് കൊണ്ടാണോ എ.ആർ. റഹ്മാൻ എന്ന സംഗീത മാന്ത്രികന് അത് ആളുകളെ അകറ്റുന്ന സിനിമയായി തോന്നിയത്? മുഗൾ ഭരണാധികാരികളുടെ ക്രൂരതകൾ തുറന്നു കാണിച്ചാൽ അത് ഇസ്ലാമോഫോബിയ ആകുമോ? നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ജനത ആദരിക്കുന്ന ഒരു വീരപുരുഷന്റെ കഥ പറയുമ്പോൾ വില്ലനായി തന്നെ ഇരിക്കും. അവിടെ മതേതരത്വം ബാലൻസ് ചെയ്യാൻ, ചരിത്രത്തെ വളച്ചൊടിക്കാൻ സാധിക്കില്ല. സത്യം പറയുമ്പോൾ പൊള്ളുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നവരുടെ പ്രശ്നമാണ്. ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം എന്തെന്നാൽ അദ്ദേഹം ഈ പരാതി പറയാൻ തിരഞ്ഞെടുത്ത വേദിയാണ് BBC എന്ന മാധ്യമം. ഇന്ത്യക്കെതിരെ നിരന്തരം നുണപ്രചാരണങ്ങൾ നടത്തുന്ന, ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ നിരന്തരമായി പരിശ്രമിക്കുന്ന, അവസരം കാത്തിരിക്കുന്ന ഒരു വിദേശ മാധ്യമം. അവിടെ പോയിരുന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ സിനിമകൾ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന്. തനിക്കിപ്പോൾ അവസരങ്ങൾ കുറവാണെന്നും ഒരു പ്രത്യേക വിഭാഗം തന്നെ സൈബർ ബുള്ളിയിങ് ചെയ്യുന്നുവെന്നൊക്കെ അദ്ദേഹം പരാതിപ്പെടുന്നു. ഓർക്കണം, രാമായണം പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിൽ പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹം തനിക്ക് പണിയില്ല എന്ന് പരാതി പറയുന്നത്. നോക്കണം, ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. ഇന്ത്യയിൽ അസഹിഷ്ണുതയാണെന്നും മോദി സർക്കാരിന്റെ കീഴിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നുവെന്നും ഭിന്നിപ്പ് സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും സിനിമകൾ പോലും അത്തരത്തിൽ ആണ് ചിത്രീകരിക്കുന്നതെന്നും ഒക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന വിദേശ ലോബികൾക്ക് വളമിട്ട് കൊടുക്കുകയാണ് റഹ്മാൻ ചെയ്യുന്നത്. സ്വന്തം നാടിനെ അപമാനിക്കാൻ വെമ്പൽ കൊള്ളുന്ന BBC പോലൊരു മാധ്യമത്തിന് മുന്നിൽ ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമല്ലേ ഈ പ്രസ്താവന എന്ന് ചോദിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. പാശ്ചാത്യ മാധ്യമങ്ങളുടെ കയ്യടി നേടാൻ സ്വന്തം രാജ്യത്തെ സിനിമകളെയും പ്രേക്ഷകരെയും അദ്ദേഹം അപമാനിക്കുകയാണ്. റഹ്മാൻ സാർ, താങ്കൾ പറഞ്ഞ ഒരു കാര്യം സത്യം തന്നെയാണ്. ഇന്ത്യയിലെ പ്രേക്ഷകർ സ്മാർട്ടാണ്. അതെ, അവർ വളരെ സ്മാർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ ഈ ഇരട്ടത്താപ്പ് അവർക്ക് കൃത്യമായി മനസ്സിലാകുന്നത്. കാശ് വാങ്ങി പാട്ടുണ്ടാക്കുമ്പോൾ ഇല്ലാത്ത വർഗീയത ലണ്ടനിലെത്തുമ്പോൾ പൊട്ടിമുളയ്ക്കുന്നതിന്റെ രാഷ്ട്രീയം തിരിച്ചറിയാനുള്ള വകതിരിവ് ഭാരതീയർക്കുണ്ട്. സംഗീതം കൊണ്ട് ഞങ്ങളെ വിസ്മയിപ്പിച്ച റഹ്മാനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ രാജ്യത്തെ വിറ്റുകൊണ്ട് കളിക്കുന്ന ഈ നാടകം അത് ചെലവാകില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.